ഞാൻ 10 ദിവസം മുന്നേ തന്നെ മരത്തുമെന്ന് അറുത്തിട്ട് ഒരു ഇലയിൽ പൊതിഞ്ഞ് ഒരു കവറിൻ്റെ ഉള്ളിൽ കെട്ടിവെച്ച മൈലാഞ്ചിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇല പോലും നല്ല ഇങ്ങനെ കട്ട ചുവപ്പാകുന്ന നല്ല ഭംഗിയുള്ള ചുവപ്പാകുന്ന ഒരു കിടിലൻ വിദ്യയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹലോ, വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈലാഞ്ചി ഇടും. അതിന് നമ്മുടെ പ്രകൃതിയിൽ തന്നെ നല്ല ഇല മൈലാഞ്ചി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ കടയിൽ നിന്നൊക്കെ ട്യൂബ് മൈലാഞ്ചിയും കളർ മിക്സ് ചെയ്തതോ അതും ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കേട് വരുത്തുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ കൈ ചുവക്കുകയും ചെയ്യും. അതുമാത്രമല്ല നഖത്തിനുണ്ടാകുന്ന ഫംഗസ് ബാധയൊക്കെ ഉണ്ടാവില്ല, കുഴിനഖം അങ്ങനെയുള്ള കേടുകളൊക്കെ മാറി കിട്ടുകയും ചെയ്യും. ഇല മൈലാഞ്ചി ഇട്ടാൽ ചുവക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഏത് ചുവക്കാത്ത ഇലയും നല്ല കട്ട ചുവപ്പാകുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ് ഇടാറ് കേട്ടോ. അപ്പം ഞാൻ മൈലാഞ്ചിയിൽ ഇതുപോലെ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ സമയം ഉണ്ടാകുമ്പോൾ അങ്ങനെ അരച്ചിടുകയാണ് ചെയ്യാം. ചെറിയ കുട്ടികളൊന്നും പകൽ മൈലാഞ്ചിട്ട് ഇരിക്കൽ നടക്കില്ല. കാരണം കുട്ടികൾ കരയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കേണ്ടി വരും. എൻ്റെ മോളാണെങ്കിൽ രാത്രി 2 മണിയാവും ഉറങ്ങാൻ. അപ്പോൾ എന്നിട്ട് എനിക്കിത് ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടോ ഇല ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആ ഇല വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ മൈലാഞ്ചി ഇടാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഇലക്കതാ പെറുക്കിയെടുക്കുന്നുണ്ട്. കൊമ്പും കോച്ചിലൊക്കെ നമ്മളിതിൽ നിന്ന് മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ചതക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വലിയ ജാറിലാണ് ആദ്യം ഇടുന്നത്. കാരണം ചെറിയ ജാറിൽ കുറച്ചല്ലേ കൊള്ളുള്ളൂ. അപ്പോൾ വലിയ ജാറിലിട്ടിട്ട് ആദ്യം ഒന്നുകൊണ്ട് ചതച്ചെടുക്കും. ഇത് അരിയും തേങ്ങയൊക്കെ അരക്കുന്ന ജാറാണ്. അപ്പോൾ ഇതിൽ കുറേ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മൈലാഞ്ചിയിൽ വെള്ളം അധികമായി കഴിഞ്ഞാൽ മൈലാഞ്ചി നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ നഖത്തിലൊന്നും ഇടാൻ പറ്റില്ല. കാരണം അതിങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനത് ചോക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് ഒരു ചെറിയ കുരു, ഒരു 2-3 കുരുവിൻ്റെ ഇതുണ്ടാവും. കുരു നമ്മൾ ഇന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അത് മൈലാഞ്ചിയിൽ മിക്സാവും. പുളിങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഞാൻ ഒരു പിടി വലിയൊരു 1-2 പിടി മൈലാഞ്ചി ഇതിക്ക് ഇട്ടിട്ടുണ്ട്. അതിക്ക് ഇത്തിരി കുറച്ച് പുളിങ്ങ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ അരച്ചെടുത്തിട്ട് ഇനി അത് നമ്മൾ പിന്നെ പൊടിക്കുന്ന ചെറിയ ജാറുണ്ടാവുമല്ലോ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 തരത്തിൽ ഉള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിലും ഓരോ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇടേണ്ടുള്ളൂ. ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം ഇതിൽ പുളിങ്ങ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പുളിങ്ങ ഇട്ടാൽ ചോക്കും വിചാരിച്ചിട്ട് കുറേ പുളിങ്ങ വാരി ഇടരുത് കേട്ടോ. അപ്പോൾ ചുവക്കൂല, വിപരീത ഫലമായിരിക്കും. ഇത് തീരെ ചുവക്കൂല. അപ്പോൾ കുറച്ച് പുളിങ്ങ മാത്രം ഇടുക. പിന്നെ അത് മാത്രമല്ല ചുവപ്പ് പെട്ടെന്ന് പോവുകയും ചെയ്യും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചുവപ്പ് പോവുന്നല്ല. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ചില്ലേ, അത് ഞാൻ 2 മാസം മുമ്പ് ഇത് നമ്മളെ ചെറിയ പെരുന്നാൾക്ക് ഇട്ട മൈലാഞ്ചിയാണ്. അത് ചുവപ്പ് ഒരിക്കലും പോവില്ല. പിന്നെ നമ്മുടെ നഖം ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ വെട്ടിപ്പോകുമ്പോൾ അതിങ്ങനെ മേലേക്ക് കയറി വരുമല്ലോ, ആ ഒരു ഇതുള്ളൂ. അല്ലാതെ ചുവപ്പ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് രാത്രി 12:30ക്കാണ് ഇത് അരക്കുന്നത് കേട്ടോ. മോൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം തന്നെ ചുവക്കാൻ തുടങ്ങി. ഞാൻ ഈ മിക്സിയിൽ നിന്ന് ഈ ബൗളിലേക്ക് ഇത് കൈ കൊണ്ട് വാരി ഇട്ടതാണ്. അപ്പോഴേക്കും എൻ്റെ കൈ ചുവത്തു. ഇനി നമുക്കിത് നഖത്തിലൊന്ന് ഇടുന്നത് കാണാം. പിന്നെ വേറെ ഒരു സാധനം ചേർത്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നഖത്തിലിടാം. അപ്പോൾ നഖത്തിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കട്ടി തന്നെ ഇടാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ 2 മാസം മുമ്പ് ഇട്ട മൈലാഞ്ചിയാണ് കേട്ടോ. ഈ ചുവപ്പ് ഒരിക്കലും പോയിട്ടില്ല, ചുവപ്പ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നഖം വളർന്നതിനനുസരിച്ച് നഖം ഇങ്ങനെ നീങ്ങിപ്പോരുന്നതാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചി നഖത്തിലിടുമ്പോൾ കുറച്ച് കട്ടിയിലിട്ട് കൊടുക്കണം, കനലില്ലാതെ ഇടരുത്. എന്നിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഇട്ടിട്ട്, അതായത് ആ മൈലാഞ്ചി ശരിക്കും ഉണങ്ങിയിട്ട് വേണം നമ്മൾ കഴുകി കളയാൻ. അതങ്ങനെ നമ്മൾ നഖത്തിൽ നിന്ന് ഉണങ്ങണം. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു വട്ടം ഇട്ടാൽ പോരാ. ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ നല്ല ചുവപ്പ് വരും. പിന്നെ 2-3 പ്രാവശ്യം ഇടുമ്പോഴാണ്
നല്ല കട്ട ചുവപ്പ് വരാം. അപ്പോൾ നമ്മൾ ഈ അരച്ച മൈലാഞ്ചി അരച്ച ഉടനെ നമ്മളൊന്ന് ഇടുക. എന്നിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ അടച്ചിട്ട് ഒരു പാത്രത്തിൽ ബൗളിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ മൈലാഞ്ചിൻ്റെ ചുവപ്പ് പിടിക്കാത്ത പാത്രത്തിൽ ഒരു ഗ്ലാസിൻ്റെ ബൗളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഒരു അടപ്പുകൊണ്ട് അടച്ച് വെക്കുക. എന്നിട്ട് പിറ്റേന്നും അപ്പോൾ അതായത് നമ്മൾ ഇന്ന് രാത്രി ഇട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അത് ഉണങ്ങിയിട്ട് അങ്ങനെ നമ്മൾ കഴുകി കളയും. എന്നിട്ട് നമുക്ക് പകലിടാൻ നേരമില്ലെങ്കിൽ ഇതുപോലെ രാത്രി ഇട്ടാൽ മതി. രാത്രി ഇട്ടിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വല്ല പഴയ ബെഡ്ഷീറ്റ് എന്തെങ്കിലും വിരിച്ചാൽ മതി, അല്ലെങ്കിൽ അതിലൊക്കെ ആവും. അപ്പോൾ ഞാൻ അരച്ചിട്ട് എൻ്റെ വലത്തെ കൈയിൻ്റെ ആകായിട്ടോ ഞാൻ അത് ശ്രദ്ധിക്കാതെ കൈ കൊണ്ട് തന്നെ ഗ്ലൗസ് ഇടാതെ എടുത്തു. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിക്ക് വെക്കണം കേട്ടോ. എൻ്റെ ഇടത്തെ കൈയിൻ്റെ നഖത്തുമ്പോൾ ഞാനിത് ഇട്ടിട്ടുണ്ട്. ഇനി വലത്തെ കൈയിൻ്റെ നഖത്തുമ്പോൾ ഞാൻ വേറൊരു സാധനം ചേർത്തിട്ടാണ് കാണിക്കുന്നത്. മൈലാഞ്ചി ഇങ്ങനെ വെള്ളമില്ലാതെ അരച്ചതാണെന്നുണ്ടെങ്കിൽ അതിലിതാ ഒരു നാരങ്ങൻ്റെ മുറി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 2-3 ഡ്രോപ്പ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. കുറേ ഒഴിക്കരുത് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മൈലാഞ്ചി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇതാ അത്രയും നാരങ്ങ നീര് മതി. അപ്പോൾ മിക്സിയിൽ അരക്കുമ്പോൾ നമ്മൾ വെള്ളം അധികം ആവാതെ നോക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 2 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ കുറച്ച് തിരിച്ച് ഇങ്ങനെ അരച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ഇട്ടാൽ മതി. അപ്പോൾ ഞാനിതാ വലത്തെ കയ്യുമ്പോൾ ഇതുകൊണ്ട് ഇടാൻ പോവാണ് കേട്ടോ, ഈ നാരങ്ങ നീര് ഒഴിച്ചത്. അപ്പോൾ ഇതും നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല കട്ടിയിൽ ഇട്ട് കൊടുത്താലാണ് അതിൻ്റെ കുറേ നേരം ഇതിൻ്റെ ചുവപ്പ് ഇങ്ങനെ വലിച്ചെടുക്കാൻ, അതുപോലെ നല്ലോണം ചോക്കാനും നല്ല കട്ടിയിലിടണം. അപ്പോൾ ഞാൻ വലത്തെ കൈയുമേയും ഇടത്തെ കൈയുമേയും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വെള്ളം അധികം ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ മൈലാഞ്ചിയിൽ അരക്കുമ്പോൾ തന്നെ കുറച്ച് നാരങ്ങ നീരിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരയണം. ഇല ഇങ്ങനെ കിടക്കരുത്. നന്നായിട്ട് അരഞ്ഞാലാണിത് നല്ല ചുവപ്പ് കിട്ടുക. അപ്പോൾ ഞാൻ 2 കൈമ ഇതാ ഇട്ടിട്ടുണ്ട്. ഇനി രാവിലെ ഇത് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇടുന്ന സമയത്ത് ഇപ്പോൾ 2-3 മണി കഴിക്കണ്. ഇനി കിടക്കുമ്പം ഇത് കുറേയൊക്കെ പോവും. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യം ഇട്ടിട്ടുള്ള ചുവപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇത് കഴുകിയിട്ട് കാണിച്ചു തരാം 1 തവണ ഇട്ടിട്ട് ഉള്ള ചുവപ്പ് എങ്ങനെയെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇടത്തെ കയ്യിൽ ഞാൻ പുളിങ്ങ ചേർത്തിട്ടുള്ളതും വലത്തെ കയ്യിൽ ഞാൻ നാരങ്ങ നീര് ചേർത്തിട്ടുള്ളതുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 2ൻ്റെ ചുവപ്പ് ഒരുപോലെ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, 2 നന്നായിട്ട് ചുവത്തിട്ടുണ്ട്. അപ്പോൾ 2 ചേർത്തിട്ട് അരച്ചാലും നന്നായിട്ട് ചുവക്കും. എത്ര ചുവക്കാതെ, അപ്പോൾ ഞാൻ 10 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഇലയാണ് ഇപ്പോൾ ഇതുപോലെ ചുവത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകുക. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഊരിയ ഉടനെ തന്നെ കഴുകാതെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയാൽ മതി. അതേപോലെ തന്നെ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ഇങ്ങനെ ചുവപ്പ് ഇങ്ങനെ കട്ട ചുവപ്പായി വരും കേട്ടോ. കളറിങ്ങനെ കൂടി വരും. പിന്നെ കളറ് പോവുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 പ്രാവശ്യം ഇട്ടത് ഇത്രയും ചുവത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 തവണ കൂടെ ഇട്ടിട്ട് ആ ചുവപ്പും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ടാണത് 3 പ്രാവശ്യമൊക്കെ ഞാൻ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇടലില്ല. ഇത് കണ്ടില്ലേ, 2ാമത്തെ തൊട്ടിട്ടുള്ളതാണ്. നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക,